ആശുപത്രിയിൽ ആംബുലൻസിൽ യുവതി പ്രസവിച്ചു. റാന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രസവം നടന്നത്. ചെലക്കാട് സ്വദേശികളായ ദേവു കിരൺ ദമ്പതികൾക്കാണ് ആൺകുഞ്ഞ് പിറന്നത്. എൻ്റെ വൈഫിന് രാവിലെ 5 മണിയായപ്പോൾ വയറുവേദനയായിരുന്നു, നല്ല വേദനയായിരുന്നു. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, താലൂക്ക് ആശുപത്രിയിലേക്ക്. പിന്നെ അവിടെ ഇങ്ങനൊരു ഇതില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് ഈ സംഭവം നടന്നത്. നല്ല വേദനയായപ്പോൾ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, ഡോക്ടർ തന്നെ പറഞ്ഞ് നോക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവരെ ഇതുകൊണ്ട് ഇപ്പോൾ കൊച്ചിനും വൈഫിനും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. AV ജയശങ്കറാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഏതായാലും അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, ആരോഗ്യകരമായിരിക്കുന്നു എന്ന് പറയുന്നത് സമാധാനം. പക്ഷേ ആദ്യം കൊണ്ടുപോയ ആശുപത്രിക്കാർക്ക് ഇത് മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ 7:15 കൂടിയാണ് ഈ കോന്നി മെഡിക്കൽ കോളേജിന് 200 മീറ്റർ അപ്പുറത്ത് വെച്ച് ആംബുലൻസിൽ റാന്നി ചെലക്കാട് സ്വദേശിനി ദേവു പ്രസവിച്ചത്. പ്രസവം സുഖപ്രസവമാണ്. കുഞ്ഞിനും അമ്മയ്ക്കും മറ്റ് പ്രശ്നങ്ങളില്ല. ഈ ദേവുവിന് രാത്രിയോടുകൂടി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രാവിലെ റാന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇത്തരം ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഈ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം ഈ ആംബുലൻസിൽ ഇവരെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇതിനിടയിലാണ് ആശുപത്രി എത്തുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസിൽ വെച്ച് ഇത്തരത്തിലൊരു പ്രസവം നടക്കുന്നത്. ഈ താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം ചികിത്സയ്ക്കുള്ള സൗകര്യം ഇല്ല എന്നതാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണമായി പറയുന്നത്. ഒപ്പം തന്നെ ഡോക്ടർമാരും മെഡിക്കൽ ടീമും ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഇല്ല എന്നത് സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇരുവരെയും നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമ്മയും കുഞ്ഞിന്റെയും ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും ഈ ഒപ്പം ദിയ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടറുടെ പരിചരണം ആ ഘട്ടത്തിൽ തന്നെയുള്ള ഇടപെടലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.